ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ അന്ന് പൂശിയിരുന്ന സ്വർണമെന്ന് പറയപ്പെടുന്ന ഏകദേശം 100 പവൻ്റെ സ്വർണമായിരുന്നു. അതായത് ഒരു 800 ഗ്രാം സ്വർണം. ഇത് 2019 ഇതിൻ്റെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിമിഷങ്ങളിലും ആ ദിവസങ്ങളിലുമൊക്കെ 800 ഗ്രാം ഉണ്ട്. അതായത് 100 പവൻ സ്വർണമുണ്ട്. പക്ഷെ ആ 100 പവൻ സ്വർണം നവീകരിക്കാൻ കൊടുക്കുന്ന 2019 ജൂലൈ മാസം 20-ാം തീയതിയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1998 വിജയ് മല്യയാണ് ഇവിടെ ഈ ശ്രീകോവിലടക്കം ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടിട്ട് സംഭാവനയായി അല്ലെങ്കിൽ സമർപ്പണമായി നടത്തിയത്. ഈ സ്വർണം പൂശൽ നടത്തിയതിന് ശേഷം അത് അവിടെ ക്ഷേത്രത്തിൽ തന്നെയാണല്ലോ ഇതെല്ലാം നടപ്പിലാക്കിയിരുന്നത്. 1998 കാര്യമാണ് ഞാനീ പറയുന്നത്. 98 കഴിഞ്ഞ് ഏകദേശം ഒരു 20-21 വർഷം കഴിയുമ്പോഴാണ് 2019 ഈ സ്വർണം പൂശിയ പാളികളെ വീണ്ടും ഒന്ന് നവീകരിക്കണമെന്ന ചിന്ത ഉണ്ടാകുന്നത്. ആ ചിന്ത ആരുടെ തലയിലാണ് ഉണ്ടായതെന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം. അത് ഈ അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു ചിന്ത ഉണ്ടാകുമ്പോൾ സ്വർണ്ണമാണല്ലോ, സ്വർണ്ണം ഈ ചെമ്പ് പോലെ പെട്ടെന്ന് കറുത്തു പോകുന്ന സാധനമൊന്നുമല്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് അവിടെ തന്നെ നമുക്ക് അതായത് ക്ഷേത്ര പരിസരത്ത് തന്നെ അതിനെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് ചെയ്യുകയും ചെയ്യാം. പക്ഷെ അതൊന്നും ചെയ്യാതെ അവിടുന്ന് ആ പാളികൾ ഇളക്കി മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന സ്പോൺസർ മുഖാന്തരം ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു, ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് ഏകദേശം 39 ദിവസം കഴിയുമ്പോഴാണ് ഇത് ചെന്നൈയിൽ എത്തുന്നത് എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ ഒരു 54 ദിവസത്തിന് ശേഷം ഈ നവീകരണമൊക്കെ കഴിഞ്ഞ് ഈ സ്വർണ്ണപ്പാളികൾ തിരികെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തുന്നുണ്ട്, ശബരിമലയിൽ എത്തുന്നുണ്ട്. എന്നാൽ 54 ദിവസത്തിന് ശേഷം ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തുന്ന ശബരിമലയിൽ എത്തിച്ചേരുന്ന സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ 800 ഗ്രാം സ്വർണം ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ 100 പവൻ സ്വർണം കൊണ്ടുപോയത് തിരികെ എത്തുമ്പോൾ 49.5 പവൻ സ്വർണം മാത്രമേ ഉള്ളൂ. 50-50.5 പവൻ സ്വർണം കാണുവാനില്ല. അതായത് ഏകദേശം ഒരു 397 ഗ്രാമിലുള്ള പാളികൾ മാത്രമാണ് തിരികെ എത്തിയത് എന്നർത്ഥം. ഈ 397 ഗ്രാം എന്ന് പറയപ്പെടുമ്പോൾ 49.6 ഗ്രാമേ ഉള്ളൂ. ഇവിടുന്ന് കൊണ്ടുപോകുന്നത് 800 ഗ്രാമാണ്. അതായത് ഏകദേശം 100 പവന്റെ സ്വർണമാണ് കൊണ്ടുപോകുന്നത്. ആ സ്വർണത്തിൽ കളവ് വന്നിരിക്കുന്നു. അതെന്തുകൊണ്ട് അന്ന് ദേവസ്വം കമ്മീഷണറോ ദേവസ്വം പ്രസിഡന്റോ ദേവസ്വം വകുപ്പോ ദേവസ്വം മന്ത്രിയോ കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ 2019 കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ചതി നടന്നിട്ട്, ഒരു കളവ് നടന്നിട്ട് ആരും കണ്ടുപിടിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ തയ്യാറല്ല. ഇതിന് പകരം ഈ കൊണ്ടുപോയ സാധനങ്ങൾക്കൊരു മഹസർ തയ്യാറാക്കുകയും ചെയ്തു. ആ മഹസർ തയ്യാറാക്കിയപ്പോൾ ആ മഹസറിനുള്ളിൽ പറഞ്ഞിരിക്കുന്നത്, ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് 407 ഗ്രാം സ്വർണം അല്ലെങ്കിൽ 397 ഗ്രാം സ്വർണം എന്നുള്ളതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോഴെങ്കിലും ആ മഹസർ ഉൾപ്പെടുത്തി അതിനകത്ത് സൈൻ ചെയ്തവരടക്കം പറയണ്ടേ? മഹേഷ് മോഹന്റെ അടക്കം, തന്ത്രി അടക്കമുള്ളവർ അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ ഒപ്പിടേണ്ട പലരും ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ തിരികെ വന്ന സ്വർണം ഇത്രയുണ്ട് എന്നുള്ള മഹസറിനകത്ത്, മഹസർ പോലും തട്ടിക്കൂട്ടിയതാണ്. ആ മഹസറിനകത്ത് എഴുതിയിരിക്കുന്നതിനകത്ത് അവിടുത്തെ ദേവസ്വം കമ്മീഷൻ ഒപ്പിടേണ്ടതുണ്ട്, അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. ഇനി ഇതൊക്കെ ഇതിന്റെ ഈ ഗുണമേന്മകളും അളവും തൂക്കവും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്ന അതിന്റെ ഈ ദേവസ്വം സ്മിത്ത് ഉണ്ട്, ഗോൾഡ് സ്മിത്ത്. ആ ഗോൾഡ് സ്മിത്ത്, ദേവസ്വം സ്മിത്ത് അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. ഇനി ഇതിന്റെയൊക്കെ നടപടിക്രമങ്ങളൊക്കെ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ട വിജിലൻസ് ഉദ്യോഗസ്ഥരുണ്ട്. ആ വിജിലൻസ് ഉദ്യോഗസ്ഥർ പോലും അതിനകത്ത് ഒപ്പിട്ടിട്ടില്ല. അപ്പൊ ഇവർ 3 പേരും ഒപ്പിട്ടിട്ടില്ല. ഒപ്പിടേണ്ടവർ 3 പേരും ഒപ്പിട്ടിട്ടില്ല. ഒപ്പിടാത്ത 12ഓളം പേർ അതിനകത്ത് ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 12ഓളം പേരും ഉത്തരം പറയേണ്ടതാണ്. 2019 മഹസർ തയ്യാറാക്കി ഈ സ്വർണം ബാക്കി അവിടെ എത്തിയത് ഇത്രയാണ് എന്ന് മഹസർ തയ്യാറാക്കി ഒപ്പിട്ട് കൈപ്പറ്റുമ്പോൾ അതിനകത്തൊരു ചോദ്യമെങ്കിലും ഉന്നയിക്കേണ്ടതാണ്. ബാക്കിയുള്ള 50.5 പവൻ സ്വർണം എവിടെ പോയി എന്നെങ്കിലും ചോദിക്കണം. അത് ചോദിച്ചിട്ടില്ല. അപ്പോൾ അതിന് പകരം കിട്ടിയ സ്വർണത്തിനെ എഴുതി വെച്ച് ഇതിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു തട്ടിക്കൂട്ട് മഹസർ തയ്യാറാക്കി അതിലൊപ്പം വെച്ച് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ എല്ലാവർക്കും, ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും അതിനകത്ത് നിന്ന് കൈയിട്ട് വാരാനുള്ള അവസരമുണ്ട് എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇല്ല എങ്കിൽ ആർക്കെങ്കിലും, ഉദ്യോഗസ്ഥർക്കോ ഉദ്യോഗസ്ഥ പ്രമാണിമാർക്കോ തന്ത്രിമാർക്കോ പൂജാരിമാർക്കോ ദേവസ്വം ബോർഡിനോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അടക്കം ആർക്കെങ്കിലും ഇതിനകത്ത് അത്തരത്തിലൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് അവർ ചോദിക്കേണ്ടതാണ്, ഇതിന്റെ ബാക്കി സ്വർണം എവിടെയെന്ന് ചോദിക്കേണ്ടതാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന ആളോടാണ് ചോദിക്കേണ്ടതെങ്കിൽ അയാളോട് തന്നെ ചോദിക്കണം. അയാളുടെ കയ്യിലാണല്ലോ ഇത് കൊടുത്തയച്ചത്. ഈ 800 ഗ്രാമും കൊടുത്തയച്ചത് അയാളുടെ കയ്യിലാണെങ്കിൽ അത് പറയുവാനുള്ള ബാധ്യത അയാൾക്കുണ്ട്. അതെന്തുകൊണ്ട് ചെയ്തില്ല?
അപ്പോൾ 100 പവൻ സ്വർണം കൊണ്ടുപോവുകയും 50 പവൻ മാത്രം തിരികെ കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ ചോദിക്കുവാനുള്ള ബാധ്യത ഉദ്യോഗസ്ഥർക്കുണ്ട്. ശബരിമല എന്ന് പറയപ്പെടുന്ന ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ കൂടിയും, ഹൈക്കോടതിയുടെ പ്രതിനിധികൾ ഉണ്ടെങ്കിൽ കൂടിയും, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഭരണം, ബാക്കിയുള്ള ഭരണങ്ങളെല്ലാം ഭരണം നടത്തുന്നത്, അതിന്റെ മേൽനോട്ടം നടത്തുന്നത്. കാര്യക്ഷമമായ പ്രവർത്തനം നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം അവിടുത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. ആ ദേവസ്വം ബോർഡ് പ്രതിനിധികൾക്കാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുണ്ട്. ഇതിൽ നിന്ന് ആർക്കും ഇതിൽ നിന്ന് കൈ കഴുകി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകി മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കെ ഇതിനകത്ത് കാണാതായ സ്വർണത്തിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഒരു വാക്കുപോലും പറയുന്നില്ല. അങ്ങനെ പറയാതിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് സ്വർണം കളവ് പോയത് എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഇത് സത്യത്തിൽ പച്ചയായ കള്ളത്തരം ഇത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോലും അതിനകത്ത് ഒരു വാക്ക് പോലും മിണ്ടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ പറയുന്ന മഹസർ എഴുതിയവരടക്കമുള്ളവർ കള്ളന്മാരാണ്. അവർക്ക് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള എന്തോ ഒരു അജണ്ടയുണ്ട്, കൃത്യമായിട്ടും ഇതിനകത്തുള്ള ഒരു വിഹിതം ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോ നമ്മൾ കിടന്ന് ഘോരഘോരം പ്രസംഗിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഭക്തര് പ്രതിഷേധിച്ചതുകൊണ്ടോ കാര്യമില്ല. പല സംഘടനകൾ നമുക്കറിയാം, നാമജപ ഘോഷയാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള പല തരത്തിലുള്ള പ്രകടനങ്ങളും പ്രഹസനങ്ങളും നമ്മൾ കണ്ടതാണ്. ശബരിമല വിഷയം എന്ന് പറയുന്നത് എന്നും വിവാദ ഭൂമിയാക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരവരുടെ റോളുകൾ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് CPM ആണെന്ന് മാത്രം. അങ്ങനെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാളുമായിട്ട് ഏത് തരത്തിലുള്ള ബന്ധമാണ് സഖാക്കന്മാർക്കുള്ളത്? ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുമായിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാരുമായിട്ടും പഴയ ADGP ആയുള്ള ശ്രീജിത്തുമായിട്ടും അടൂർ പ്രകാശ് MP-യുമായിട്ടും കടകംപള്ളി സുരേന്ദ്രൻ മുൻപത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായിട്ടൊക്കെ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെ CPM-ന്റെ തന്നെ പലരുമായിട്ടും പലതരത്തിലുള്ള ബന്ധം സൂക്ഷിക്കുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ചൊന്ന് കുടഞ്ഞാൽ, ക്രൈംബ്രാഞ്ചിനെ പോലെ അന്വേഷണ സംഘം കൃത്യമായിട്ട് കുടഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അതിന് ആരും സമ്മതിക്കുന്നില്ല, ആരും അതിനകത്ത് പിൻവിളി വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ വലിയൊരു അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഭഗവാന്റെ സ്വത്ത് അടിച്ചു മാറ്റി ജീവിതം സുഭിക്ഷമാക്കുന്ന ഇതുപോലുള്ള കാപാലികന്മാരെ തുറുങ്കിൽ അടയ്ക്കേണ്ടതല്ലേ? അപ്പോൾ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഭക്തരടക്കമുള്ളവരുടെ വിഷയം. പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എപ്പോഴും ശബരിമല എപ്പോഴും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നവരുടെ കൂടെയാണ്. എങ്ങനെയും വോട്ട് നേടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അതാണല്ലോ നാമജപ ഘോഷയാത്രയിൽ വോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യം CPM-നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഈ പറയുന്ന ഭക്തന്മാരെ എല്ലാം തങ്ങളുടെ കൂടെ നിർത്താമെന്നുള്ള വ്യാമോഹത്തിൽ അയ്യപ്പ സംഗമം നടത്തി ഇപ്പോൾ കോടികൾ പൊടിച്ചിരിക്കുന്നത്. ഏകദേശം 3 കോടിയോളം രൂപ പൊടിച്ചിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നമുക്ക് അതൊരു വിഷയമായിട്ട് പിന്നെ സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത്രയും സ്വർണം കാണാതാകുന്നു. ഞാൻ അത് പറഞ്ഞതുപോലെ 1998 2 ശില്പങ്ങളിലും കൂടി പൊതിയാൻ വേണ്ടിയിട്ട് വിജയ് മല്യ അന്ന് സമർപ്പിച്ചത് ഈ പറയുന്ന 100 പവനാണ്. ഈ 2 ദാരുശില്പങ്ങളിലും കൂടെ ദ്വാരപാലകരായിട്ടുള്ള ശില്പങ്ങൾ പൂശാൻ വേണ്ടി കൊടുത്തിട്ട് 100 പവനാണ്. അപ്പൊ അതിലാണ് 2019 നവീകരിച്ച ശേഷം 50 പവൻ കാണാതാകുന്നത്. ഇനി അത് കഴിഞ്ഞ് വീണ്ടും മൂന്നാമത് 2025 വീണ്ടും ഇത് പൂശാൻ പോവുകയാണ്, നവീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതായത് 1998 സ്വർണം പൂശിയ പാളികൾ 21 വർഷത്തിന് ശേഷം നവീകരിക്കുന്നു. അന്ന് 50 പവൻ ഓളം വരുന്ന സ്വർണം കാണാതാകുന്നു. അതിനുശേഷം പിന്നെ ഒരു 6 വർഷം കഴിയുന്നതിന് ശേഷം 2019 2025 വരെ വീണ്ടും നവീകരിക്കാൻ പോകുന്നു. അപ്പോൾ 21 വർഷമായിട്ട് നവീകരിച്ച 21 വർഷത്തിന് ശേഷം നവീകരിച്ച അതേ സ്വർണ്ണപ്പാളികൾ വീണ്ടും 2025 ആവുമ്പോൾ 6 വർഷം കഴിയുമ്പോൾ വീണ്ടും നവീകരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? അതുകൂടി ചിന്തിക്കേണ്ടതല്ലേ? സ്വർണ്ണമല്ലേ, അല്ലാതെ ചെമ്പൊന്നും അല്ലല്ലോ കറുത്തു പോകാൻ. അപ്പോൾ അവിടെയും കള്ളത്തരമുണ്ട്. ഇതൊക്കെ അറിയാവുന്നവർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിന് സ്വർണം അടിച്ചു മാറ്റിയെന്ന് അറിയാവുന്നവൻ തന്നെ ആയിരിക്കണമല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവന് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരോടൊപ്പം ഉദ്യോഗസ്ഥന്മാരോട് ഇത് ഇത്ര വർഷം കഴിയുമ്പോൾ വീണ്ടും ഇത് സ്വർണം പൂശേണ്ടതുണ്ട്, പൂശിക്കൊണ്ട് വെച്ചാൽ ഇതിനകത്തുള്ള ചെമ്പ് പുറത്തു വരാതിരിക്കൂ എന്ന് പറയുന്നതുകൊണ്ടായിരിക്കുമല്ലോ വീണ്ടും 6 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ തന്നെ വീണ്ടും അത് സ്വർണം പൂശണം എന്നുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത്. അപ്പോൾ 2025 വീണ്ടും ഇത്തരത്തിൽ ഇത് പൂശാനായിട്ട് നവീകരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്ന സമയത്താണ് അത് ഹൈക്കോടതി നിയമിച്ച പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള ജയകുമാർ എന്ന് പറയപ്പെടുന്ന ആൾ, ജയകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ആൾ ഇതിനെതിരെ ശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയാതെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഹൈക്കോടതിയുടെ പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹം അറിയാതെ, അതായത് സ്പെഷ്യൽ കമ്മീഷണറാണ്, അദ്ദേഹം അറിയാതെ അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ച നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടും സ്വീകരിച്ച് അദ്ദേഹം എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോഴാണ് പൊതുസമൂഹം ഇതറിയുന്നത്, വാർത്താ മാധ്യമങ്ങൾ ഇതറിയുന്നത്. ഇപ്പോൾ ജനങ്ങളിത് വലിയ വാർത്തയാക്കി മാറ്റിയതും ശബരിമല വീണ്ടും വിവാദ ഭൂമിയാകുന്നതും വിവാദ വിഷയത്തിലേക്ക് എത്തപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഇതാരും അറിയില്ല.
വീണ്ടും ഇവർ കൊണ്ടുപോകും. ഇരിക്കുന്ന ഇപ്പോൾ 49.6 പവനുള്ളത് തിരിച്ചു വരുമ്പോൾ 16 പവനായിട്ട് തിരിച്ചു വരും. ബാക്കി 30 പവൻ കൂടി അടിച്ചു മാറ്റും. അങ്ങനെ സംഭവിച്ചേനെ. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ ഹൈക്കോടതിയുടെ പ്രത്യേക പ്രതിനിധിയുടെ റിപ്പോർട്ടിന് പ്രകാരം വീണ്ടും ഹൈക്കോടതി എനിക്ക് നടപടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടായി പൊതുസമൂഹം അറിയുന്നു. ഇവിടെ ശ്രീകോവിൽ അടക്കം ഇതിന്റെ ഉൾപ്പെടെയുള്ള സ്വർണം പൊതിഞ്ഞിരിക്കുന്നത് ഏകദേശം 31.25 കിലോഗ്രാമാണ്. ഈ 31.25 കിലോഗ്രാം എന്ന് പറയപ്പെടുന്നത് ഈ മരപ്പൊട്ടന്മാരും കള്ളന്മാരും കാപാലികന്മാരും ഇനിയും ഈ ദേവസ്വം ബോർഡിലും ശബരിമലയിലും ഇരുന്നു കഴിഞ്ഞാൽ ഈ 31.25 എന്ന് പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള കിലോഗ്രാം സ്വർണം 1-2 വർഷം കൊണ്ട് തന്നെ അടിച്ചു മാറ്റി തീർക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയേണ്ടി. അയ്യപ്പൻ തന്നെ അവിടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അയ്യപ്പനെ തന്നെ ഇവനെ പോലുള്ള അമ്പലം വിഴുങ്ങികൾ എന്നേ എടുത്തുകൊണ്ട് പോയനെ എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അത് കാരണം അത്തരത്തിലുള്ള ഗൂഢമായ നീക്കങ്ങളാണ് ശബരിമലയിൽ നടക്കുന്നത്. പഞ്ചലോക വിഗ്രഹങ്ങളാണ് അവിടെ ഇനി കാണാതാവുന്ന. എന്ത് യോഗദണ്ഡ് വരെ കാണാനില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം അവിടെ ഉണ്ട്. നമുക്കറിയാം യോഗനിദ്രയിലാക്കിയതിനു ശേഷം മണ്ഡല മകരവിളക്ക് കാലത്ത് അയ്യപ്പൻ മകരവിളക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ യോഗനിദ്രയിലാകും. യോഗദണ്ഡ് വെച്ച് ഏകരുദ്രാക്ഷം ഒക്കെ ധരിച്ചിരിക്കുന്ന അയ്യപ്പനെയാണ് പിന്നെ കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം നട തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? യോഗനിദ്രയിലിരിക്കുന്ന അയ്യപ്പനെയാണ്. അവിടെ ഉപയോഗിക്കുന്ന യോഗദണ്ഡ് പോലും അടിച്ചു മാറ്റി കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വില വരുന്ന വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ പലരും പല സ്ഥലത്തേക്കും അടിച്ചു മാറ്റി കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. അതിന് പിന്നിൽ ഈ പൂജാരിമാരും തന്ത്രിമാരും ഇപ്പൊ ഈ പറയുന്ന മന്ത്രിമാരും കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഒക്കെ ഇതിന് പിന്നിലുണ്ട് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥ ദുഷ്പ്രബുദ്ധമാണ് നടക്കുന്നത്. ഇവർക്ക് വേണമെങ്കിൽ അവിടെ ഭരണം നടത്തി വളരെ കൃത്യമായിട്ട് ഇത് കൊണ്ടുപോകേണ്ട സാധ്യതയുള്ള ഇടങ്ങളിലാണ് അവരുടെ ഒന്നും മേൽനോട്ടമില്ല. പകരം അവർ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ വിഹിതം പറ്റിക്കൊണ്ട് ജോലി കൃത്യമായിട്ട് ചെയ്യാതെ മുന്നോട്ട് പോകുന്നു. ജോലി കൃത്യമായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ അതിനകത്ത് അഴിമതി നടത്തേണ്ടവർക്കും കള്ളത്തരം നടത്തേണ്ടവർക്കും നടത്താമല്ലോ. അതാരാണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിമാരാണെങ്കിലും അതുപോലുള്ള പോറ്റിമാരാണെങ്കിലും ആരാണെങ്കിലും അത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അതിനകത്തുള്ള വിഹിതം ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡിന്റെ ബാക്കി പ്രതിനിധികൾക്കും ഒക്കെ ഇതിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്, അന്വേഷണം തന്നെ നടത്താതായി പോകുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് 2019 ഞാൻ പറഞ്ഞല്ലോ മഹസർ തയ്യാറാക്കി ഇത്തരത്തിൽ ഒപ്പിട്ടതിന് ശേഷം 2025 ഈ നിലപാട് ഇനിയും തുടരുകയാണെന്നുണ്ടെങ്കിൽ ശ്രീകോവിൽ വരെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ കുറ്റമറ്റ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിന് ക്രൈംബ്രാഞ്ചിനെ തന്നെ ഉപയോഗിക്കുക. വളരെ സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ, അത് മന്ത്രിയാണെങ്കിലും തന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും അകത്താകണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജയിലഴികൾ എണ്ണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള കള്ളന്മാർക്ക് എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടൊരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിന്റെ യാഥാർത്ഥ്യം, ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിന്റെ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിനും ഭക്തർക്കും മനസ്സിലാകൂ എന്ന് കൂടി അറിയിക്കട്ടെ. അതുകൊണ്ട് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടതാണ്.